ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം പരാജയപ്പെട്ടെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ രാത്രിയൊരു വലിയ തെറ്റ് ചെയ്തു, അതിനുള്ള മറുപടി കൊടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രയേലിന്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല. ഈ തെറ്റിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ ഇറാൻ ഉടൻ അനുഭവിക്കുമെന്നും പ്രതികരണം വേദനാജനകമാകുമെന്നും ഇസ്രയേലിന്റെ UN പ്രതിനിധി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. അതേസമയം അമേരിക്ക ഇസ്രയേലിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നുവെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. ഇസ്രയേലിനെതിരെ വരുന്ന മിസൈലുകളെ വെടിവച്ചിടാൻ പ്രസിഡന്റ് ബൈഡൻ സൈന്യത്തോട് നിർദ്ദേശിച്ചു. ഇസ്രയേലിനെതിരെ ബാലിസ്റ്റിക് ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നുവെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ചൊവ്വാഴ്ച ഇറാൻ ഇസ്രായേലിന് നേരെ 400 ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചത്. ഇസ്ഫഹാൻ, തബ്രിസ്, ഖൊരമാബാദ്, കരാച്ച്, അറക് തുടങ്ങിയ ഇറാനിയൻ നഗരങ്ങളിൽ നിന്നാണ് മിസൈലുകൾ തൊടുത്തുവിട്ടത്. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ആണ് ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാനുള്ള തീരുമാനമെടുത്തതെന്ന് ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ ഒരാഴ്ചക്കിടെ 7 ഹിസ്ബുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല ഉൾപ്പെടെയുള്ള നേതാക്കളാണ് കൊല്ലപ്പെട്ടത്. നസ്രല്ലയ്ക്ക് ശേഷം ഹിസ്ബുള്ളയുടെ നേതൃസ്ഥാനത്തെത്തുമെന്ന് പ്രതീക്ഷിച്ച നബീൽ കൗക്കും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 1980കളിലാണ് ഇദ്ദേഹം ഹിസ്ബുള്ളയിൽ ചേർന്നത്. ശനിയാഴ്ച ബെയ്റൂട്ടിലെ ഹിസ്ബുള്ള ആസ്ഥാനത്ത് നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടത്. ഹിസ്ബുള്ളയുടെ സെൻട്രൽ കമാൻഡ് ആസ്ഥാനം ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരുന്നു. 3 പതിറ്റാണ്ടുകളായി ഹിസ്ബുള്ളയെ നയിച്ചയാളാണ് ഹസൻ നസ്രല്ല. 1985-ൽ USA-യെയും സോവിയറ്റ് യൂണിയനെയും ഇസ്ലാമിന്റെ പ്രധാന ശത്രുക്കളായി പ്രഖ്യാപിച്ച് തുറന്ന കത്തെഴുതിക്കൊണ്ടാണ് ഹിസ്ബുള്ള സ്ഥാപിക്കപ്പെട്ടത്. കൂടാതെ ഇസ്രായേലിനെ ഇല്ലാതാക്കുമെന്നും ഹിസ്ബുള്ള നേതാക്കൾ പറഞ്ഞിരുന്നു. ഒരാഴ്ചക്കിടെ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മറ്റു പ്രധാന ഹിസ്ബുള്ള നേതാക്കൾ ആരൊക്കെയാണെന്ന് നോക്കാം. നബീൽ കൗക്ക്. ഹസൻ നസ്രല്ലയെ വധിച്ചതിനു പിന്നിലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ളയുടെ പ്രധാന നേതാക്കളിൽ ഒരാളാണ് നബീൽ കൗക്ക്. 1980കളിലാണ് ഇയാൾ ഹിസ്ബുള്ളയിൽ ചേർന്നത്. തെക്കൻ ലെബനനിൽ നടത്തിയ ആക്രമണത്തിൽ പങ്കുണ്ടെന്നാരോപിച്ച് 2020-ൽ കൗക്കിന് അമേരിക്ക ഉപരോധമേർപ്പെടുത്തിയിരുന്നു. 1995 മുതൽ 2010 വരെ തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ സൈന്യാധിപനായിരുന്നു കൗക്ക്. മാധ്യമങ്ങളിൽ മുഖം കാണിച്ചിരുന്ന കൗക്ക് അനുയായികൾക്കായി പ്രഭാഷണങ്ങളും നടത്തിയിരുന്നു. ഇബ്രാഹിം അഖിൽ. ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവായ ഇബ്രാഹിം അഖിൽ കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ പ്രദേശങ്ങളിൽ ആക്രമണം നടത്താൻ ഇബ്രാഹിം പദ്ധതിയിട്ടിരുന്നതായി ഇസ്രായേൽ സൈന്യം പറഞ്ഞു. അമേരിക്ക ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചയാളുകൂടിയാണ് ഇബ്രാഹിം അഖിൽ. 1980കളിൽ നിരവധി ആക്രമണങ്ങളിൽ ഇബ്രാഹിം പങ്കെടുത്തിട്ടുണ്ട്. 1983-ൽ ബെയ്റൂട്ടിലെ US എംബസിയിലേക്കും US മറീൻ കോർപ്പസ് ബാരക്സിലേക്കും നടത്തിയ ബോംബാക്രമണത്തിലും ഇബ്രാഹിം പങ്കെടുത്തിരുന്നു. നിരവധി പേരാണ് ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. അഹമ്മദ് വെഹ്ബെ. ഹിസ്ബുള്ളയുടെ മറ്റൊരു പ്രധാന നേതാവാണ് അഹമ്മദ് വെഹ്ബെ. ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇയാളും കൊല്ലപ്പെട്ടത്. അലി കരാക്കി. ഹിസ്ബുള്ളയെ നയിച്ച പ്രധാന നേതാക്കളിൽ ഒരാളാണ് അലി കരാക്കി. നിലവിലെ സംഘർഷത്തിലും ഇയാൾ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. നസ്രല്ലയോടൊപ്പം കൊല്ലപ്പെട്ട കരാക്കിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. മുഹമ്മദ് സുരോർ. ഹിസ്ബുള്ളയുടെ ഡ്രോൺ യൂണിറ്റിന്റെ തലവനായിരുന്നു സുരോർ. ഇസ്രായേലിലേക്ക് നിരീക്ഷണ ഡ്രോണുകൾ അയക്കുന്നതിലാണ് സുരോറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ശ്രദ്ധയൂന്നിയിരുന്നത്. ഇബ്രാഹിം കൊബൈസി. തെക്കൻ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ പ്രധാന നേതാക്കളിൽ ഒരാളായ ഇബ്രാഹിം മുഹമ്മദ് കൊബൈസി കൊല്ലപ്പെട്ടത്. ഹിസ്ബുള്ളയുടെ മിസൈൽ യൂണിറ്റിന് നേതൃത്വം നൽകിയിരുന്നത് ഇദ്ദേഹമായിരുന്നു. 2000-ൽ 3 ഇസ്രായേൽ സൈനികരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവം ആസൂത്രണം ചെയ്തത് കൊബൈസിയാണെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന ആരോപിക്കുന്നത്.